ഞങ്ങളുടെ സ്വപ്നം ഒന്നായിരുന്നെങ്കിലും വിധി ഞങ്ങൾക്കായി വ്യത്യസ്ത പദ്ധതിയായിരുന്നു ഒരുക്കിയത്. ദ്രുപദൻ അധികാരത്തിൽ കയറിയപ്പോൾ ഞാൻ ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും ജീവിതത്തിലേക്ക് കയറി. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കുടുംബം പ്രാഥമിക ഉപജീവനത്തിന് പോലും ബുദ്ധിമുട്ടുമ്പോൾ എൻ്റെ പഴയ സുഹൃത്തിൻ്റെ വാക്കുകൾ ഞാൻ ഓർത്തു. പ്രതീക്ഷയോടെയും വിശ്വാസത്തോടെയും ഞാൻ ദ്രുപദൻ്റെ അടുത്തേക്ക് പോയി. ഒരു യാചകനായിട്ടായിരുന്നില്ല, അവൻ്റെ വാഗ്ദാനം തേടിയുള്ള സുഹൃത്തായി. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല അവൻ്റെ പ്രതികരണം. അവൻ്റെ സംസാരത്തിലും നോട്ടത്തിലും ഒരു പുച്ഛം എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷെ എന്നിരുന്നാലും ഞാൻ എൻ്റെ ആവശ്യം അവനോട് പറഞ്ഞു. അവൻ്റെ മറുപടി എൻ്റെ ഉള്ളിൽ തീരാ മുറിവുണ്ടാക്കി. സൗഹൃദം എപ്പോഴും തുല്യതയുള്ളവർ തമ്മിലാണ് ദ്രോണ. അന്ന് നമ്മൾ തുല്യരായിരുന്നു, ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇന്നോ? നിന്നെ പോലെ ഒരു ദരിദ്രനായ ബ്രാഹ്മണനുമായി ഒരു രാജാവിന് സൗഹൃദം സ്ഥാപിക്കാൻ കഴിയുമോ? ഒരു അഭ്യർത്ഥനയാണേൽ പോട്ടെ എന്ന് വെക്കാം. ഇതിപ്പോ എന്റെ രാജ്യത്തിന്റെ ഏതെങ്കിലും ഭാഗം അവകാശപ്പെടാൻ നിനക്കെന്തധികാരം? ആ നിമിഷം അവന്റെ അഹങ്കാരത്തിന്റെ സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. അധികാരം അവനെ അന്ധനാക്കിയെന്ന് ഞാൻ മനസ്സിലാക്കി. അവന്റെ അപമാനം എനിക്ക് മാത്രമല്ല, സൗഹൃദത്തിന്റെ പവിത്രമായ ബന്ധത്തിനുമായിരുന്നു. അന്ന് ഞാനൊരു പ്രതിജ്ഞ ചെയ്തു. അവൻ എന്നെ അപമാനിച്ചതിന്റെ കയ്പ് അവനെ ഒരു നാൾ ഞാൻ അറിയിക്കും. അങ്ങനെ ദ്രുപദനെ കുറച്ചധികം നാൾ ദ്രോണാചാര്യർ തടങ്കലിലാക്കി. പിന്നീട് അയാളെ തുറന്നുവിട്ടു. മാത്രവുമല്ല, പാതി രാജ്യത്തിന്റെ അവകാശം ദ്രോണാചാര്യർ അയാളിൽ നിന്നും പിടിച്ചു വാങ്ങുകയും ചെയ്തു. ദ്രുപദൻ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തിയത്. എത്തിയ ഉടൻ തന്നെ അയാൾ ആ തീരുമാനമെടുത്തു. ദ്രോണാചാര്യരുടെ മരണം തന്റെ രക്തത്തിലുണ്ടാകുന്ന മകനിൽ നിന്ന് മാത്രമായിരിക്കും